കവളപ്പാറയിലെ മുത്തപ്പൻ കുന്നിൽ നിന്ന് പെരുമഴയ്ക്കൊപ്പം പൊട്ടിയൊലിച്ചെത്തിയ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് 5 ആണ്ട്. 59 ജീവനുകളും 45-ലധികം വീടുകളും ഇല്ലാതാക്കിയ ദുരിതപ്പെയ്ത്തിന്റെ ഓർമ്മകൾ ഇന്നും നടുക്കുന്നതാണ്. മരിച്ച 59-ൽ 11 പേരും ഇപ്പോഴും മണ്ണിനടിയിലാണ്. 2019 ആഗസ്റ്റ് 8-നാണ് കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത്. ആ ദിവസം പകൽ മാഞ്ഞ് ഇരുട്ടിന്റെ കരിമ്പടം പുതയ്ക്കുമ്പോൾ അവരാരും അറിഞ്ഞിരുന്നില്ല തങ്ങളെ എന്നേക്കും ഉറക്കാൻ പാകത്തിൽ മരണം തണുത്ത കൈകളുമായി കാത്തിരിക്കുന്നുണ്ടെന്ന്. ദിവസങ്ങളായി നിർത്താതെ പെയ്ത മഴയുടെ ദുരിതപ്പെയ്ത്ത് അന്നായിരുന്നു വന്യത കൈക്കൊണ്ടത്. മുത്തപ്പൻ കുന്നിൽ നിന്ന് പൊട്ടിയൊലിച്ചെത്തിയ ഉരുളും പ്രളയവും ചിന്തകൾക്കും അപ്പുറത്തെ വേഗതയിൽ കവളപ്പാറയെയും പാതാറിനെയും വിഴുങ്ങിയിരുന്നു. ദുരന്തത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും നിലനിൽക്കുന്ന കവളപ്പാറയിലെ ജീവിതം ഇന്നും സാധാരണ നിലയിലായിട്ടില്ല. ഇരകളായി സർവം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം തിരികെ കിട്ടിയവർ ഇന്നും അതിജീവന പാതയിലാണ്. ദുരന്തത്തിന്റെ ഓർമ്മകളെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഇന്നും ഇവരുടെ കണ്ണുകളിൽ ഭയം നിഴലിക്കും. സകലതും നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിൽ നിന്ന് പലരും നാളിതുവരെയായിട്ടും മോചിതരല്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ കിണറിൻ്റെ ഓടിപ്പോണ്ട കാരണം കണ്ടിട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ മൂന്നാൾ വന്നിട്ട് പൊക്കിയിട്ട് പോകണം. അവർ പൊക്കിയിട്ട് കൊണ്ടുപോയി ഇവിടെ ഇട്ട് കൊണ്ടിട്ട് വേറെ തൊട്ടയാളൊക്കെ കൈ വെച്ചു. ആ പെരയിൽ വെക്കുമ്പോൾ പലയിട്ട് ഇനി അപ്പുറത്ത് പൊട്ടിയിട്ടാണ്. പിന്നെ ആ പെരുന്ന് പിന്നെ വേറെ പേര് അങ്ങനെ 5 പേരെന്നെ മാറി. 5 പേരെ മാറി ഈ കാലം പോയി കാലങ്ങളിൽ പോയി ഇവിടെ കുന്നിൻ്റെ മുകളിൽ കൊണ്ടിട്ടാണ് എന്നെ കടന്നത്. അവിടെ കടത്തി പിറ്റേ ദിവസം രാത്രി 4 നാശക്കാരെ തിരിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നത്. രാത്രി 8 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അപ്പോൾ ഈ മഴന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ മഴന്റെ നമുക്കൊരു അനുഭവമില്ല, നിലവിലൂടെ നമുക്ക് അനുഭവമില്ല. പക്ഷേ ദുരന്തത്തിനിരയായ പലരും ദുരന്തഭൂമി വിട്ട് പലായനം ചെയ്ത് പോത്തുകൽ, എടക്കര, ചുങ്കത്തറ, വണ്ടൂർ എന്നിവിടങ്ങളിലേക്ക് ചേക്കേറി. ചിലർ പിറന്ന മണ്ണിനെ കൈവിടാനാകാതെ അവിടെ തന്നെ തുടരുന്നു. സർക്കാരും സന്നദ്ധ സംഘടനകളും നൽകിയ നഷ്ടപരിഹാരങ്ങൾ ഏറ്റുവാങ്ങി വിവിധയിടങ്ങളിലായി പൊതുജീവിതം കെട്ടിപ്പടുക്കുമ്പോഴും ദുരന്ത സ്മരണകൾ ഇവരെ വിടാതെ വേട്ടയാടുന്നുണ്ട്. അത് ഞാൻ ഈ 3 പ്രാവശ്യം ഞാൻ അവിടെ കരച്ചു കിട്ടും. എൻ്റെ മേല് വേണ്ടി കരച്ചു കിട്ടുന്നതായി പറയുന്നത്. ഞാനൊക്കെ ചെന്നിനെ കറക്റ്റ് ഞാൻ പറഞ്ഞു ഇവരുടെ പറയുന്നുണ്ട് എൻ്റെ ഇപ്പോൾ കുഞ്ഞുമുണ്ട്, കുഞ്ഞുമാർ എനിക്ക് പ്രശ്നമില്ല, എൻ്റെ കാലിന് കുഴപ്പം, അത് വിഷയമല്ല, കുഞ്ഞുമാണ് അതിനോട് കാരണം കുഞ്ഞുമാർക്ക് കുഞ്ഞിയോട് കൂട്ടിയാണ്. അപ്പോൾ 2-3 മണിക്കൂർ അതിനോട് എന്ത് വരുന്നില്ല. അത് അപ്പം ഞാൻ ചോദിച്ചു അവിടെ കുഞ്ഞു വിഷയം കുഞ്ഞിനോട് എന്തെങ്കിലുമൊക്കെ വരാറില്ല. അപ്പം അതിൻ്റെ മുന്നിൽ വന്നു 5-ന് മുകളിലാണ് പിന്നെ അവിടെ 2 ദിവസം അനുഭവമുണ്ട്. ഇതിനെ നമുക്ക് പ്രത്യേകിച്ച് കാര്യമെടുക്കാനുള്ളത് ആ ഭൂമി സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടാവുന്നത് നേരത്തെ നമുക്ക് കൃഷിക്ക് യോഗമാക്കി തരണമെങ്കിൽ ബാക്കി ആൾക്കാരെങ്കിലും കൃഷി ചെയ്താൽ ജീവിക്കാം. നമുക്ക് സർക്കാരിൻ്റെ 10 ദിവസം ഉറപ്പ് കിട്ടിയിരുന്ന 5 സെന്റ് സ്ഥലം കൂടുതലുള്ള വേറെ ജീവിക്കാനും മാറുള്ളൂ. ഇത്രയും ആൾ 59 ആൾക്ക് 59 ആൾ കൂടുതൽ ആൾക്കാരുണ്ട് ഭൂമി നഷ്ടപ്പെടുന്നത്. ഈ ആൾക്കാർക്ക് ഇത് അവർക്ക് തരേണ്ട ഇത് നമുക്കൊരു കോടതിയിൽ കേസും കൊണ്ടവിടേക്ക് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു കൃഷിയോഗ്യം പറ്റും അവനാൻ്റെ ഭൂമി അവനാണ് എടുക്കുന്നത്. കൃഷി ചെയ്യാനൊരു സംവിധാനം സർക്കാർ ആക്കി തരുന്നത് ഉപകാരമായിരിക്കും. ആഗസ്റ്റ് 8-ന് രാത്രി 8 മണിയോടെയുണ്ടായ ദുരന്തത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോലുമാകാതെ 59 ജീവനുകൾ മുത്തപ്പൻ കുന്നിന്റെ വിരിമാറിൽ പുതഞ്ഞുപോയി. 20 ദിവസത്തോളം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ 48 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 11 ജീവനുകൾ ഇന്നും ദുരന്തം പൊട്ടിയൊഴുകിയ മുത്തപ്പൻ കുന്നിന്റെ മടിത്തട്ടിൽ കാണാമറയത്താണ്. താഴ്വാരത്ത് അധിവസിച്ചിരുന്ന 45-ലധികം വീടുകളും മണ്ണിനടിയിലായി. ഒരു കുടുംബത്തിലെ തന്നെ 4-5 അംഗങ്ങൾ പോലും ദുരന്തത്തിനിരകളായപ്പോൾ രക്ഷപ്പെട്ട പലർക്കും തോരാ കണ്ണീരായി ഉറ്റവരെ മരണം തട്ടിയെടുത്തു. ഇന്ന് ചൂരൽമലയിലെ 400-ലധികം ജീവനുകൾ മരണം പുതച്ചുറങ്ങുമ്പോൾ 5 വർഷം മുമ്പത്തെ ഈ ദുരന്ത ദിനം ഓർക്കാതിരിക്കുന്നതെങ്ങനെ?